ഹായ് സുഹൃത്തുക്കളെ, ഹായ്. നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ചീവിടിൻ്റെ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നിവിടെ കോഴിയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്, എന്തുവെന്നറിയില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിലേക്ക് പോകാം അല്ലേ. ഞാൻ ഇന്നലെ ഒരു പവർ ബാങ്കിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് ഞാൻ രണ്ടാമത് നിർമ്മിച്ച പവർ ബാങ്ക്. ഇതിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമായിരുന്നതാ. ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന പവർ ബാങ്ക് മോഡ്യൂളാണിത്. അത് ഞാൻ എന്തായാലും പണിഞ്ഞ് അതൊരു പരുവമായി എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതിൻ്റെ ബാറ്ററിയാണ് ഇത്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ പവർ ബാങ്കിൻ്റെ മോഡ്യൂൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതായിരുന്നു അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇതും കത്തിപ്പോയത് കൊണ്ടാണ്. പിന്നെ ഞാൻ അതിന് വേറെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഞാൻ അതിനകത്ത് കുറേ പണിയൊക്കെ നടത്തി അതും എന്തായാലും കത്തി അടിച്ച് എല്ലാം കത്തി അങ്ങ് പോയി. നമ്മളിത് പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കത്തിപ്പോകും കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുവിധം ഞാൻ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുവിധം കുളമായി കിട്ടാറാണ് പതിവുള്ളത്. ഇതായിരുന്നു ആദ്യത്തെ വാക്മാൻ. ഇതും പണിഞ്ഞതാണ്. പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഞാനും പണിഞ്ഞ് പിന്നെ എല്ലാവരുടെ കൈ വെച്ചപ്പോഴത്തേനും അത് ഈ ഒരു രീതിയിലേക്കായിട്ടുണ്ട്. പിന്നെ എല്ലാം കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ഇത് എന്തിനാ ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തിനൊക്കെയോ വേണ്ടി ഉണ്ടാക്കി. പിന്നെതാ ഇതാണ് നമ്മൾ ഇന്നലെ USB പറഞ്ഞില്ലയോ, USB ചാർജിങ്ങാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. അതിനു വേണ്ടിയുള്ള മോഡ്യൂളാണ്. 60 രൂപയാണ് വിലയെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മളിങ്ങനെ കുറേ ഉപയോഗിച്ചെല്ലാം കത്തിച്ച് കളഞ്ഞത്. അതാ ഇതിലൊക്കെ കണക്ട് ചെയ്ത് വേറെയൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ കളഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. പണ്ടേ ഇലക്ട്രോണിക്സ് കൊച്ചിലേ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ പണിയൊക്കെ പണിഞ്ഞ് വീട്ടിലെ കറണ്ട് ഉൾപ്പെടെ പോയിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. കറണ്ടിൽ നിന്ന് നല്ല രീതിയിൽ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇത് കണ്ടോ, ഒരു ചാർജറിൻ്റെ അവസ്ഥയാണ്. ചാർജർ പണിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ്. അവസാനം ഈ രീതിയിലായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. പിന്നെ അതാ ഇത് റെസിസ്റ്റർ എടുക്കാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ കുറേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കും. ഇന്നലെ നമ്മൾ ഇതുപോലൊരു സാധനം കണ്ടില്ലായിരുന്നോ? പക്ഷേ അതല്ല, ഇത് വേറെ ഒന്നാണ് കേട്ടോ. ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടാണ്ട്. USB ചാർജ് ചെയ്യുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, വയറെടുത്ത് കണക്ട് ചെയ്ത ചാർജ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെതാ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സംഭവമാണിത്. ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ലെഡ് ആസിഡ് ബാറ്ററി കണക്കല്ല ഇത് ഡേഞ്ചർ ബാറ്ററിയാണ്. ഇത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞതാ ഈ ഫാൻ. ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിച്ചത്. 12 വോൾട്ടിൻ്റെ റെഡിയാക്കി വെച്ചേക്കുക. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഞാൻ ഓരോ പ്രാവശ്യം ഇത് കണക്ട് ചെയ്യുമ്പോഴും ഈ മോഡ്യൂൾ അടിച്ചങ്ങ് പോകും. 12 വോൾട്ടിന് പ്രത്യേകം എന്താ, ഇതുപോലത്തെ ചാർജിങ് മോഡ്യൂൾ വേറെ ഉണ്ട് കേട്ടോ. അതാ ഇതിനകത്ത് ഇരിക്കുന്നില്ലേ, കാണിച്ചു തരാം. ഈ ചാർജിങ് മോഡ്യൂൾ 160 രൂപ വില എന്ത്. ഇതങ്ങ് കത്തിപ്പോയി. എന്തൊക്കെ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഓരോ പ്രാവശ്യം കത്തിപ്പോവും. ഞാൻ ഇത് കണക്ക് വീണ്ടും റെഡിയാക്കി വയ്ക്കും, വീണ്ടും കത്തിപ്പോവും. അത്രയ്ക്ക് ഭീകരനാണ് ഇവൻ. കണ്ടോ, ഇത്തിരി കുഞ്ഞനാണ്, പക്ഷേ എന്താ സംഭവം എന്നറിയത്തില്ല. പക്ഷേ ഇത് നമ്മളെ 12 വോൾട്ട് ബാറ്ററിക്കകത്ത് ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. ഈ 12 വോൾട്ട് അടിച്ച് പോകുന്നെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 12 വോൾട്ടിനുണ്ട്. ഇതിനകത്തോട്ട് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഒരു കണക്ടറുണ്ട്. ഈ കണക്ടർ ഉപയോഗിച്ച്, ഇതാണ് കണക്ടർ. ഇത് ഉപയോഗിച്ച് കണക്ട് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ അടിച്ചു പോയതാണ്. ഞാൻ കണക്ട് ചെയ്യുകയോ അടിച്ചു പോകും, കണക്ട് ചെയ്യുകയോ അടിച്ചു പോകും.
ഇനി നമുക്ക് ഇത് സ്വിച്ച് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വെച്ചേക്കുന്ന സാധനമാണ്. ഈ സ്വിച്ച് എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇത് 12 വോൾട്ട് അതടിച്ച് പോയപ്പോഴത്തേനും ഞാൻ ഒന്നുണ്ടാക്കി നോക്കിയാണ് 12 വോൾട്ടിൻ്റെ അടുത്ത ബാറ്ററി പാക്ക്. ഇതും വലിയ പ്രയോജനമൊന്നുമില്ല. 12 വോൾട്ടിൻ്റെ നമ്മൾ ചാർജിങ് മോഡ്യൂൾ അടിച്ചു പോന്നു. ഒരു ക്ലോക്ക് പണിഞ്ഞായിരുന്നു, അതിൻ്റെ സാധനമാണ്. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇരുന്നത്. ഇതിൻ്റെ പാർട്സ് വേറെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ പാർട്സ് ആയിട്ടാണ് കിടക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഇത് ചാർജിങ് മോഡ്യൂളായിട്ടുണ്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. അപ്പം പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതന്നേ ഉള്ളൂ. ഇലക്ട്രോണിക് സാധനങ്ങളോട് ഇലക്ട്രോണിക്സിനോട് ഭയങ്കര താല്പര്യമാണ്. അത് കാരണം എന്താ LED ബൾബ് മേടിച്ച് വെച്ചേക്കുന്നതാണ്. എല്ലാം കാലൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട്. സൻക ചൈനയുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഇത് പണിഞ്ഞതാ. ഇത് കണക്ട് ചെയ്യുന്ന കണക്ടർ പോയിട്ടുണ്ട്. അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പോയതാണ്. പിന്നെ സ്വിച്ചുകൾ, ഇതൊക്കെ സ്വിച്ചാണ് കേട്ടോ. ഓരോ ടൈപ്പ് സ്വിച്ചുകളാണ് ഇതൊക്കെ. ഓരോ ടൈപ്പ് സ്വിച്ചാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു റിയോസ്റ്റാറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടൻഷ്യോമീറ്ററാണ്. ചിലരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ സാധനങ്ങൾ തീർന്നിട്ടില്ല, ഇനി ഉണ്ടാക്കിയതുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാനാണെങ്കിൽ മറ്റേ സോളാർ പാനലിൽ നിന്ന് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി അഴിച്ചതാണ്. ഇത് അത് തന്നെ സെയിം ഫങ്ഷൻ തന്നെ. ഇന്നലെ കാണിച്ചില്ലേ, അതിൻ്റെ സെയിം ഫങ്ഷൻ തന്നെ ഇതും വരുന്നത്. ഇതും ഔട്ട് ഇൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കറക്റ്റ് വാല്യൂവിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ 7 വോൾട്ട് ആണെങ്കിൽ അത് 6 വോൾട്ട് 4 വോൾട്ട് അങ്ങനെ ആക്കിക്കൊണ്ട് നമുക്ക് ചില ഇതുപോലുള്ള ബാറ്ററി ഒരെണ്ണമൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതും നമുക്ക് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം ഒരു ഇതിനകത്ത് വരും. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് മറ്റേ ഒരു ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് ഇന്നലെ കാണിച്ചില്ലേ ആ സോളാർ, ഈ 5 വോൾട്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റഡി ആയിട്ട് 5 വോൾട്ട് ഔട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ ഇതൊന്നല്ല, അതാണ് കോമഡി. ഇത് കണ്ടോ, ഇത് ആ പവർ ബാങ്കിൻ്റെ ഈ പവർ ബാങ്ക് മോഡ്യൂളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഇന്നലെ കാണിച്ചില്ലേ എമർജൻസി ലൈറ്റ് കാണിച്ചില്ലേ, അതുപോലെ പലത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചതാണ് ഇത്. അന്നേരം നമുക്ക് ഇതേ രീതിയിൽ എത്ര എണ്ണം വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. സോളാർ പാനൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ 3.7 വോൾട്ടിൻ്റെ ഞാൻ ഒരു ചാർജ് ഇത് കാണിച്ചില്ലേ, ഇത് കണ്ടില്ലേ, ഇതിനകത്ത് അതാണ് കേട്ടോ. അതൊക്കെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഇത് സോളാർ പാനലിൽ നിന്ന് 5 വോൾട്ട് എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. ഇതും നേരത്തെ കാണിച്ച ആ 3.7 വോൾട്ട് നമുക്ക് കിട്ടുന്ന ഇതാണ്. 3.7 എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇനിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ തുടർന്നുള്ള വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ.
ആദ്യ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ.